നമസ്കാരം. സർജിക്കൽ സ്ട്രൈക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ രാജ്യം രാമമയമായിരിക്കുന്നു. ഇന്ത്യയിൽ ധർമ്മം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഇന്ത്യയുടെ രാജ്യത്തിന്റെ വികസനം എന്ന് പറയുന്നത് രാമന്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രം സംജാതമാകുന്ന ഒന്നായിരിക്കും. നോക്കൂ, 2025 നവംബർ 25 എന്ന് പറയുന്ന ഈ ദിവസം ഇന്ത്യയുടെ ഇതിഹാസ ദിനമായി മാറിയിരിക്കുന്നു. അങ്ങ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ മുകളിൽ പതാക ഉയർത്തിക്കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകളാണിത്. നോക്കൂ, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രമാണ്. എന്താണ് ഈ മതേതര രാഷ്ട്രം എന്ന് പറഞ്ഞാൽ? മതേതര രാഷ്ട്രത്തിൽ എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശമാണുള്ളത്, തുല്യ സ്വാതന്ത്ര്യമാണുള്ളത്. നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഭരണഘടനയാണ്. ഒരു മതത്തിനും രാഷ്ട്രീയത്തിൽ ഇടപെടാനോ ഭരണത്തിൽ ഇടപെടാനോ അവകാശമില്ലാത്തൊരു രാജ്യമാണ് നമ്മുടേത്. ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് ഇന്നൊരു മതത്തിന്റെ വക്താവും പ്രയോക്താവുമായി നിന്നുകൊണ്ട് രാജ്യത്തോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 1951 അന്ന് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന ബാബു രാജേന്ദ്ര പ്രസാദ് സോമനാഥ് ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അദ്ദേഹം ഈ രാഷ്ട്രപതിക്ക് ഒരു കത്തയച്ചു, നിങ്ങൾ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കരുത് എന്നായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ നിർദ്ദേശം എന്ന് പറയുന്നത്. പക്ഷെ അത് ചെവിക്കൊള്ളാൻ എന്തായാലും രാജേന്ദ്ര പ്രസാദ് തയ്യാറായില്ല. അദ്ദേഹം ആ ക്ഷേത്രത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിനൊരു വിശദീകരണമായി രാജേന്ദ്ര പ്രസാദ് എന്ന് പറഞ്ഞത്, നമ്മൾ ഇറിലീജിയസ് ആവരുത്, മതങ്ങൾക്കെതിരാവരുത്, എല്ലാ മതങ്ങളുമായി നമ്മൾ ഐക്യപ്പെടണമെന്നാണ് രാജേന്ദ്ര പ്രസാദ് അന്ന് വിശദീകരിച്ചത്. എന്നെ ഒരു മോസ്കിന്റെ പരിപാടിക്ക് വിളിച്ചാൽ ഞാൻ പോകും, എന്നെ ഒരു ചർച്ചിന്റെ പരിപാടിക്ക് വിളിച്ചാലും ഞാൻ എന്നുകൂടി അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ രാജേന്ദ്ര പ്രസാദ് ഏതെങ്കിലും ഒരു ചർച്ചിന്റെ പരിപാടിയിൽ പങ്കെടുത്തതായോ ഏതെങ്കിലും ഒരു മോസ്കിന്റെ പരിപാടിയിൽ പങ്കെടുത്തതായോ ചരിത്രത്തിൽ കാണുന്നില്ല. പക്ഷേ സോമനാഥ് ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അതിനെക്കുറിച്ച് പിന്നീട് ജവഹർലാൽ നെഹ്റു ഒരു വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ രാജ്യത്തെ എല്ലാ മതങ്ങൾക്കും തുല്യ സ്വാതന്ത്ര്യമാണുള്ളത്, തുല്യ അവകാശമാണുള്ളത്. ഏതെങ്കിലും ഒരു ഭരണാധികാരി ഏതെങ്കിലും ഒരു മതത്തോട് ഐക്യം പ്രഖ്യാപിക്കുകയോ അതിന്റെ വക്താവായി മാറുകയോ ചെയ്താൽ മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് അതൊരു ഭീതിയുടെ അന്തരീക്ഷം ഉണ്ടാക്കും. അതുണ്ടാവാൻ പാടില്ല എന്നായിരുന്നു ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. ഇന്നിപ്പോൾ ജവഹർലാൽ നെഹ്റു ഇരുന്ന കസേരയിൽ തന്നെയാണല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇരിക്കുന്നത്. അതേ ഭരണഘടനയെ ഏൽപ്പിച്ചാണല്ലോ ഈ പറയുന്ന നരേന്ദ്രമോദിയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടുള്ളത്. ആ പ്രധാനമന്ത്രിയാണ് ഇന്ന് രാജ്യത്ത് ഹിന്ദു മതത്തിന്റെ വക്താവായും പ്രയോക്താവായും നിന്നുകൊണ്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ഇതാ ഒരു രാമരാജ്യത്തെ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 1980 BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. 45 വർഷം മുമ്പ് BJP രൂപം കൊള്ളുമ്പോൾ BJPയുടെ പൊളിറ്റിക്കൽ അജണ്ട എന്ന് പറയുന്നത് രാജ്യത്ത് ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുക, ഒരു ഹിന്ദുത്വ ഭരണകൂടം ഉണ്ടാക്കുക എന്നത് തന്നെയായിരുന്നു. സംഘപരിവാറിന്റേതാണ് ആ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം നടപ്പാക്കാൻ വേണ്ടിയിട്ട് സംഘപരിവാർ ഉണ്ടാക്കിയ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ആണ് BJP എന്ന് പറയുന്ന പാർട്ടി. ആ BJP 1980 തന്നെ അയോധ്യയുടെ സാധ്യത കണ്ടെത്തിയിരുന്നു. അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്ത് അവിടെ രാമക്ഷേത്രം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പ്രസ്ഥാനം തന്നെ അവർ ആരംഭിച്ചു. അതിന്റെ പേരാണ് രാമജന്മഭൂമി പ്രസ്ഥാനം എന്ന് പറയുന്നത്. ആ പ്രസ്ഥാനം 1990 കേട്ടോ ശക്തമാകുന്നത്. അതിനൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. 1987 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധിക്ക് അധികാരം പോയി. പകരം വന്നത് VP സിംഗ് ആണ്. VP സിംഗിന്റെ സർക്കാർ 1989 ആടി ഉലഞ്ഞു. അപ്പോൾ VP സിംഗ് ഒരു തീരുമാനമെടുത്തു, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക. എന്താണ് ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്? രാജ്യത്തെ സർക്കാർ തൊഴിലിൽ 27% സംവരണം പിന്നാക്ക വിഭാഗങ്ങൾക്ക് നൽകണമെന്ന ശുപാർശയാണ് മണ്ഡൽ കമ്മീഷൻ മുന്നോട്ട് വെച്ചത്. അപ്പൊ ഈ ശുപാർശ നടപ്പാക്കുന്നത് വഴി രാജ്യത്തെ പിന്നാക്ക വിഭാഗങ്ങളുടെ പിന്തുണ നേടി ഒരിക്കൽ കൂടി അധികാരത്തിൽ വരാമെന്നാണ് VP സിംഗ് കണക്കുകൂട്ടിയത്. പക്ഷേ ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ രാജ്യത്ത് വലിയ പ്രക്ഷോഭങ്ങളുണ്ടായി. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലാണ് ആ പ്രക്ഷോഭം ഉണ്ടായത്. യുവാക്കളും വിദ്യാർത്ഥികളും വഴിയിലേക്ക് ഇറങ്ങി. അവർ ആത്മഹൂതി അടക്കമുള്ള സമരമാർഗങ്ങളിലേക്ക് തിരിഞ്ഞു. അങ്ങനെ 100 കണക്കിന് കുട്ടികൾ ഈ പറയുന്ന ശരീരത്തിലേക്ക് എണ്ണയും പെട്രോളും ഒക്കെ ഒഴിച്ച് തീ കത്തിക്കുന്ന ഒരു അന്തരീക്ഷം വരെ ഈ പറയുന്ന രാജ്യത്തുണ്ടായി. അങ്ങനെ രാജ്യത്തൊരു റിലീജിയസ് പോളറൈസേഷൻ ഉണ്ടായി, മതപരമായൊരു ധ്രുവീകരണം ഉണ്ടായി. ഇത് തന്നെയാണ് ശരിയായ സമയമെന്ന് മനസ്സിലാക്കുന്ന BJP 1990 LK അദ്വാനിയുടെ നേതൃത്വത്തിൽ ഒരു രഥയാത്ര ആരംഭിക്കുന്നു. ആ രഥയാത്ര അവസാനിക്കുന്നത് നമുക്കറിയുന്നത് പോലെ 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർത്തുകൊണ്ടാണ്. അവിടെ മുതലാണ് BJP ഏറ്റവും കരുത്തുള്ള രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഇന്ത്യയിൽ മാറുന്നത്. 1998 BJP രാജ്യത്ത് അധികാരത്തിൽ വന്നു. BJP ഒറ്റയ്ക്കല്ല അധികാരത്തിൽ വന്നത്. NDA എന്നൊരു മുന്നണി ഉണ്ടാക്കിക്കൊണ്ടാണ് വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. 6 വർഷമാണ് ആ സർക്കാർ ഭരിച്ചത്. അന്ന് ആ മുന്നണിക്ക് ഒരു തീരുമാനമുണ്ടായിരുന്നു. 3 വിവാദ വിഷയങ്ങൾ ആ മുന്നണി കണ്ടെത്തി. 3 contentious issues എന്നാണ് പറയുക. ഒന്നാമത്തത് അയോധ്യ ക്ഷേത്രം, രണ്ടാമത്തത് ജമ്മു കാശ്മീരിന്റെ സ്വയംഭരണാവകാശം, മൂന്നാമത്തത് ഏകീകൃത സിവിൽ കോഡ്. ഈ 3 കാര്യങ്ങളിലും ഒരു തീരുമാനവും എടുക്കാൻ പാടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന NDA എന്ന മുന്നണി ഉണ്ടായത്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നേ
ഈ പറയുന്ന സോഷ്യലിസ്റ്റ് നേതാക്കളായിട്ടുള്ള ജോർജ് ഫെർണാണ്ടസ് ആണെങ്കിലും നിതീഷ് കുമാർ ആണെങ്കിലും ഇങ്ങ് തെക്ക് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിട്ടുള്ള കരുണാനിധി ആണെങ്കിലും ജയലളിത ആണെങ്കിലും BJP-യുമായി കൈകോർത്തത്. അങ്ങനെ BJP അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറയുന്ന വിഷയങ്ങളെല്ലാം അങ്ങ് മാറ്റിവെച്ചു. രാമക്ഷേത്രം മാറ്റിവെച്ചു, ഏകീകൃത സിവിൽ കോഡ് മാറ്റിവെച്ചു, ആർട്ടിക്കിൾ 370 മാറ്റിവെച്ചു. അങ്ങനെ 2004 വരെ ഭരിച്ചു. 2004 എന്താ സംഭവിച്ചത്? വാജ്പേയിക്കെതിരായിട്ട് ജനവിധി ഉണ്ടായി, കോൺഗ്രസ് അധികാരത്തിൽ വന്നു, UP അധികാരത്തിൽ വന്നു. അന്ന് സംഘപരിവാർ വിശദമായൊരു പഠനം നടത്തി. എന്തായിരുന്നു ആ പഠനത്തിലൂടെ അവർ കണ്ടെത്തിയത്? BJP അവരുടെ കോർ ഐഡിയോളജിയിൽ വീഴ്ച വരുത്തി, അവരുടെ യഥാർത്ഥ രാഷ്ട്രീയത്തെ മറച്ചുവെച്ചു, ആ രാഷ്ട്രീയത്തിൽ വെള്ളം ചേർത്തു. അതുകൊണ്ട് ഈ പറയുന്ന ഹിന്ദുക്കൾ ഈ BJP-യിൽ നകന്നുപോയി. അതുകൊണ്ടാണ് 2004 ഈ തിരിച്ചടി ഉണ്ടായത് എന്ന് സംഘപരിവാർ തിരിച്ചറിഞ്ഞു. ആ സമയത്ത് തന്നെ ഉണ്ടല്ലോ ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി മറ്റൊരാൾ വളർന്നു വരുന്നുണ്ടായിരുന്നു. അയാളുടെ പേരാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോഡി എന്ന് പറയുന്നത്. 2002 ഗുജറാത്തിൽ ഒരു വലിയ കലാപമുണ്ടായി. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവിന്റെ വളർച്ചയിലും അയോധ്യ എന്ന് പറയുന്ന വിഷയം വലിയ റോളാണ് വഹിച്ചിട്ടുള്ളത് എന്ന് കാണാം. 2002 ഈ 58ഓളം കർസേവകർ ഗോദ്രയിൽ കൊല്ലപ്പെടുന്നു. അതിന്റെ ഭാഗമായിട്ട് ഗുജറാത്തിൽ ഒരു വലിയ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. 3 ദിവസം ഗുജറാത്ത് നിന്ന് കത്തുന്നു. ഏതാണ്ട് 2000ഓളം ആളുകളാണ് കൊല്ലപ്പെട്ടത്. അതിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളായിരുന്നു. അതോടുകൂടി ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായിട്ട് നരേന്ദ്രമോദി ഇന്ത്യയിൽ മാറിത്തീർന്നു. നോക്കൂ, BJP എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല, അതുകൊണ്ടാണ് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ കഴിയാതെ പോകുന്നത് എന്നാണ്. എന്താണ് 2014 സംഭവിച്ചത്? ഒറ്റയ്ക്ക് BJP-ക്ക് ഭൂരിപക്ഷം കിട്ടി. 282 സീറ്റുകളുമായിട്ടാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത്. അതോടുകൂടി നരേന്ദ്രമോദി BJP-യിലെ ഏക ഛത്രാധിപതിയായി. ഈ പറയുന്ന LK അദ്വാനി, അതുപോലെ തന്നെ മുരളി മനോഹർ ജോഷി തുടങ്ങിയിട്ടുള്ള എല്ലാ മുതിർന്ന നേതാക്കളെയും മൂക്കിന് വെട്ടി മൂലക്കിരുത്തി. എന്നിട്ട് ഈ സംസ്ഥാനങ്ങളിലെ എല്ലാ നേതൃത്വങ്ങളെയും തനിക്കൊപ്പമാക്കി. അങ്ങനെ നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് BJP-ആയി മാറി. അവിടെയും അവസാനിച്ചില്ല. ഈ പറയുന്ന എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും സ്വന്തം വരുതിയിലാക്കാനും ഒരു മടിയും കാണിച്ചില്ല നരേന്ദ്രമോദി. 2019 അയോധ്യയിലെ സുപ്രീം കോടതി വിധി അതിന്റെ ഏറ്റവും മികച്ച തെളിവാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ആ സുപ്രീം കോടതി വിധി എന്തായിരുന്നു? മുമ്പ് സുപ്രീം കോടതി എന്താ പറഞ്ഞത്? 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർത്തത് ഒരു ക്രിമിനൽ ആക്ട് ആണ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ആ ക്രിമിനൽ ആക്ട് ആണെന്ന് പറഞ്ഞ സുപ്രീം കോടതി തന്നെ സ്വന്തം വിധി പ്രസ്താവം വിഴുങ്ങിക്കൊണ്ട് അവിടെ രാമക്ഷേത്രം നിർമ്മിക്കാൻ അനുമതി നൽകുന്നതാണ് നമ്മൾ കണ്ടത്. എന്തുകൊണ്ടാണ് സുപ്രീം കോടതിക്ക് അങ്ങനെ ഒരു വിധി പ്രഖ്യാപിക്കേണ്ടി വന്നത്? രാജ്യത്തൊരു ഹിന്ദുത്വ ബോധം ശക്തമായിരിക്കുന്നു എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെടുന്നു. നോക്കൂ, 500 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു പടയോട്ടത്തിന് ഇപ്പോഴല്ല പ്രതികാരം ചെയ്യേണ്ടത്. അത് ആധുനിക ജനാധിപത്യ സമൂഹത്തിന് ചേരുന്നൊരു കാര്യവുമല്ല. എന്നിട്ട് കൂടിയും സുപ്രീം കോടതി 2.77 ഏക്കർ സ്ഥലം ആണ് ഈ പറയുന്ന രാമക്ഷേത്ര നിർമ്മാണത്തിന് അനുവദിച്ചത്. അവിടുന്ന് 18 കിലോമീറ്റർ അപ്പുറത്താണ് സുന്നി വഖഫ് ബോർഡിന് ഒരു പള്ളി പണിയാനായിട്ടുള്ള അനുവാദവും നൽകിയത്. അവിടെ ഒരു പള്ളിയും ഇതുവരെ പണിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് 2025 നവംബർ 25 രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്. നരേന്ദ്രമോദി തന്നെയാണ് കേട്ടോ ഈ ക്ഷേത്രത്തിന്റെ ഭൂമി പൂജ നടത്തിയത് 2020. അതുപോലെ തന്നെ നരേന്ദ്രമോദിയാണ് 2024 പ്രാണപ്രതിഷ്ഠ നടത്തിയത്. ഇപ്പോൾ നരേന്ദ്രമോദി തന്നെയാണ് ധ്വജാരോഹണവും നടത്തിയിരിക്കുന്നത്. ആരാണ് ഈ നരേന്ദ്രമോദി? ഈ സെക്കുലറായ രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്. രാജ്യം എന്ന് പറയുന്നത് മതേതര രാജ്യമാണ്. ആ മതേതര രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ് ഒരു പ്രധാനപ്പെട്ട മതത്തിന്റെ വക്താവും പ്രയോക്താവുമായി മാറിയിരിക്കുന്നതെന്ന് മാത്രവുമല്ല, രാമന്റെ പേരിൽ ഒരു രാജ്യം സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് ഇന്ന് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഈ രാജ്യം എങ്ങോട്ടാണ് പോകാൻ പോകുന്നത്, എങ്ങോട്ടേക്കാണ് നമ്മുടെ രാഷ്ട്രീയം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ മതേതര വിശ്വാസികളെല്ലാം യഥാർത്ഥത്തിൽ അങ്കലാപ്പിലായിരിക്കുന്ന ഒരു ദിവസം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി പറഞ്ഞ അർത്ഥത്തിലല്ല, 2025 നവംബർ 25 ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു നിർണായകമായ ദിവസമായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഈ രാജ്യം എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യത്തിന് ആശങ്കയോടെ ജനങ്ങൾ ഉത്തരം തേടുന്ന ഒരു ദിവസമായി മാറിയിരിക്കുകയാണെന്ന്. നോക്കൂ, ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ ക്ഷേത്രപാലക സങ്കല്പം എന്നൊരു കാര്യമുണ്ട് ഹിന്ദു ക്ഷേത്രങ്ങളിൽ. എന്താണത്? ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെതായ ഒരു സൂക്ഷിപ്പുകാരനുണ്ട്. ആ സൂക്ഷിപ്പുകാരനെയാണ് ക്ഷേത്രപാലകൻ എന്ന് വിളിക്കുക. ഭാവിയിൽ അയോധ്യയിൽ നരേന്ദ്രമോദിയുടെ ഒരു പ്രതിഷ്ഠ കൂടി ഉണ്ടാകാനുള്ള സാഹചര്യം നമ്മൾ കാണണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിന്റെ ഭൂമി പൂജ നടത്തിയത് നരേന്ദ്രമോദിയാണ്. ഈ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയത് നരേന്ദ്രമോദിയാണ്. ഈ ക്ഷേത്രത്തിൽ ധ്വജാരോഹണം നടത്തിയത് നരേന്ദ്രമോദിയാണ്. അങ്ങനെ ഈ ക്ഷേത്രത്തിലെ നിർമ്മാണത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ നരേന്ദ്രമോദി എന്ന ഒറ്റ വ്യക്തിയുടെ നേതൃത്വമാണുള്ളത്. ആ അർത്ഥത്തിൽ നരേന്ദ്രമോദിയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ക്ഷേത്രപാലകൻ. ഭാവിയിൽ അവിടെ നരേന്ദ്രമോദിയുടെ ഒരു പ്രതിഷ്ഠ കൂടെ വരും. ആ കാര്യം കൂടി നരേന്ദ്രമോദി തന്നെ ഭാവന ചെയ്തിട്ടുണ്ട്. അത് നമുക്കറിയാമല്ലോ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്,
ഞാനൊരു ബയോളജിക്കലായ ജന്മമല്ല, ഞാനൊരു ഡിവൈൻ മിഷനുമായി, ദൈവത്തിന്റെ മിഷനുമായി ഇവിടെ അവതരിച്ചിരിക്കുന്ന ഒരാളാണ് എന്ന് നരേന്ദ്രമോദി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിൽ അദ്ദേഹത്തെ തന്നെ ദൈവമായിട്ടാണ് കാണുന്നത്. നാളെ അയോധ്യ ക്ഷേത്രത്തിൽ നരേന്ദ്രമോദിയുടെ ഒരു വിഗ്രഹം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയേണ്ട. പക്ഷേ ആ സാധ്യതകൾക്കപ്പുറത്ത് ഒരു യാഥാർത്ഥ്യം കൂടി ഈ ദിവസം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൂടി പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് സമാപിക്കും. എന്താണത്? ഇന്നിപ്പോൾ നരേന്ദ്രമോദിയോടൊപ്പം എല്ലാ ചടങ്ങുകളിലും പ്രധാനിയായി നിന്നൊരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മോഹൻ ഭഗവത് എന്നാണ്. RSSന്റെ സർസംഘചാലകാണ് മോഹൻ ഭഗവത്. കഴിഞ്ഞ ദിവസം മോഹൻ ഭഗവത് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഈ രാജ്യത്ത് അഹിന്ദുക്കളില്ല എന്നാണ് ഭഗവത് പറഞ്ഞത്. അഹിന്ദുക്കളില്ല എന്ന് പറയുന്ന ഒരു വിസ്തീർണം കൂടി ഭഗവത് നൽകിയിട്ടുണ്ട്. ഈ രാജ്യത്ത് സിഖുകാരുണ്ട്, പാഴ്സികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. പക്ഷേ നമ്മളെല്ലാം ഭാരതീയരാണ്, നമ്മളെല്ലാം ഒരേ പാരമ്പര്യത്തിൽപ്പെട്ടവരാണ്, നമ്മളെല്ലാം ഒരേ സംസ്കാരത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇവിടെ അഹിന്ദുക്കളില്ല. ഹിന്ദു എന്ന് പറയുന്നത് ഒരു ജാതിയുടെ പേരല്ല, ഒരു മതത്തിന്റെ പേരല്ല, മറിച്ച് അതൊരു ജോഗ്രഫിക്കലായ ഒരു കൾച്ചറലായ ഐഡന്റിഫയർ ആണ്. അതായത് നിങ്ങൾ ക്രിസ്ത്യാനി ആയിക്കോളൂ, നിങ്ങൾ മുസ്ലിം ആയിക്കോളൂ, നിങ്ങൾ പാഴ്സി ആയിക്കോളൂ, നിങ്ങൾ ഏത് മതത്തിനും വിശ്വസിച്ചോളൂ, പക്ഷേ നിങ്ങൾ ഹിന്ദുവാണ്. കാരണം നിങ്ങളുടെയും എന്റെയും എല്ലാം സംസ്കാരം ഒന്നാണ് എന്നാണ് ഭഗവത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം എത്രയും വേഗത്തിൽ ഏകീകൃത സിവിൽ നിയമം ഇവിടെ നടപ്പാക്കപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരേ സംസ്കാരത്തെ പിൻപറ്റുന്നവരാണ് നമ്മളെങ്കിൽ ആ സംസ്കാരം അനുശാസിക്കുന്ന നിയമങ്ങളും നമ്മൾ പിൻപറ്റാൻ ബാധ്യസ്ഥമാണ്. അങ്ങനെയാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ഈ പറയുന്ന ഏകീകൃത സിവിൽ കോഡ് ഇവിടെ നടപ്പാക്കപ്പെടും. നോക്കൂ, അയോധ്യ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നു. അങ്ങനെ ഒരു പ്രശ്നം BJP പരിഹരിച്ചു. നേരത്തെ തന്നെ ജമ്മു കാശ്മീരിന്റെ ഈ പറയുന്ന സ്വയംഭരണാവകാശം എടുത്തു കളഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ പ്രശ്നവും പരിഹരിച്ചു. ഇനി അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഏകീകൃത സിവിൽ കോഡാണ്. ഇന്നിപ്പോൾ 2025 നവംബർ 25-ാം തീയതി രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി ധർമ്മം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു, ഭാരതീയ സംസ്കാരം പുനർജനിച്ചിരിക്കുന്നു എന്ന് നരേന്ദ്രമോദി പറയുന്നതും ഈ രാജ്യത്ത് അഹിന്ദുക്കളില്ല എന്ന് RSS മേധാവി മോഹൻ ഭഗവത് പറയുന്നതും ഒരേ രാഷ്ട്രീയമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏകീകൃത സിവിൽ നിയമം എത്രയും പെട്ടെന്ന് നടപ്പാക്കാനുള്ള നീക്കങ്ങളിലേക്ക് ഉടൻ തന്നെ BJP പ്രവേശിക്കുമെന്ന കാര്യത്തിന് ഇനി തർക്കമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സർജിക്കൽ സ്ട്രൈക്കിന്റെ ഈ എപ്പിസോഡ് സമാപിക്കുന്നു. ഇനിയിപ്പോൾ ന്യൂസ് അവർ ആണ്. ന്യൂസ് അവർ വിത്ത് വിനു വി ജോൺ. താങ്ക് യു ഫോർ വാച്ചിങ്.